السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഒത്തുചേരൽ നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ ക്രമമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത് ജംഉം ഖസ്റും എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ഇന്ന് സാന്ദർഭികമായി മറ്റൊരു വിഷയം സൂചിപ്പിക്കണമെന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന നബിദിനാഘോഷം അല്ലെങ്കിൽ മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും ആ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടങ്ങിവെച്ച വിഷയത്തിന്റെ പൂർത്തീകരണം വരുന്ന ക്ലാസുകളിലൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിഷയങ്ങൾ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ അതേപോലെ തന്നെ മറ്റു മുസ്ലിങ്ങൾക്കിടയിൽ ഇതൊരു വിവാദ വിഷയമാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇന്ന് മീഡിയകൾ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രസിദ്ധീകരണങ്ങൾ, ചിലരുടെ പ്രഭാഷണങ്ങൾ, അതിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ആഘോഷിക്കാത്ത ആളുകൾക്കൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല, പ്രവാചകനോട് ഹുബ്ബില്ലാത്തവരാണ്, അതുകൊണ്ട് തന്നെ അവരൊക്കെ മുബ്തദീങ്ങളാണ്, പുത്തൻവാദികളാണ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവരാണ്, അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താണ്, പുത്തൻവാദി, ഈ രൂപത്തിലുള്ള വാദങ്ങൾ, അതിനുവേണ്ടി തെളിവുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇസ്ലാമികമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, പ്രമാണങ്ങളിൽ എന്ത് വന്നു അത് പരിശോധിക്കുകയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തെളിവിന്റെ കൂടെ നിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ കാര്യം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾക്കിടയിൽ മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അത് മടക്കണം എന്നുള്ളത് സത്യവിശ്വാസികളോടുള്ള കൽപ്പനയാണ്. ഇങ്ങനെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ആഘോഷങ്ങളും പരിപാടികളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന പേരിൽ ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് പ്രാമാണികമായി തെളിവുകളുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്.
അതല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം മുസ്ലിങ്ങൾക്കിടയിലില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു തർക്കം, ആ വിഷയത്തിൽ ഒരു ഇഖ്തിലാഫില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനും സംശയമല്ല. പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിൽ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം പ്രത്യേകമായ ചില പരിപാടികൾ ഇത് പല പേരിലും നടത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞിട്ടാണ്. എന്താ മദ്ഹ് പറയാൻ പാടില്ലേ? പാവപ്പെട്ടവർക്ക് അന്നദാനം കൊടുത്തിട്ടാണ്. എന്താ അന്നദാനം കൊടുക്കാൻ പാടില്ലേ? ഇങ്ങനെ പല രൂപങ്ങളിലാണ് അത് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഏതാണെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ ഇത് സംബന്ധമായ ഒരു തെളിവ് നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരായത്ത്, ഒരു തെളിവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തിന്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും മുഫസ്സിറുകൾ പറഞ്ഞത് ഒന്നും നമുക്ക് ലഭ്യമല്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുമ്പ് ജീവിച്ചു മരിച്ചുപോയ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ഒരാളുടെ പേരിലും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, മൗലീദ് ആഘോഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഓരോ കാര്യങ്ങളും സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, ഓരോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും. അതിലൊരിക്കലെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ ഇത് ഞാൻ ജനിച്ച മാസമാണ്, അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, പ്രത്യേകമായി സ്വലാത്തുകളും മദ്ഹുകളും വർദ്ധിപ്പിക്കണം, അന്നദാനം നടത്തണം, അല്ലെങ്കിൽ പ്രത്യേകമായ ജാഥകൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചതായിട്ടോ നിർദ്ദേശിച്ചതായിട്ടോ ഒരു തെളിവും നമുക്ക് കിട്ടൂല പ്രമാണങ്ങളിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരായിരുന്നു സഹാബത്ത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നിമാർ. സഹാബത്തിന്റെ ഒരു ചരിത്രത്തിലും നമുക്ക് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് ചില മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലുള്ള എന്തെങ്കിലും ഒന്ന് അവരാരെങ്കിലും ചെയ്തതായി ഒരു തെളിവും നമുക്ക് കിട്ടുന്നില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരിൽ നിന്നും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തതോ ആ രൂപത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് പ്രാമാണികമായിട്ട് ലഭിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ ആ സഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ച താബീങ്ങൾ, തബഉ താബീങ്ങൾ, ആ ഉത്തമ നൂറ്റാണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടിലും ഈ ഒരു മാസത്തിൽ ജന്മദിനം എന്ന പേരിൽ എന്തെങ്കിലും പ്രത്യേകമായ പരിപാടികളോ ആഘോഷങ്ങളോ സംഘടിപ്പിച്ചതായിട്ട് ഒന്നും ആ ഇമാമിങ്ങളിൽ നിന്ന് ഒരു തെളിവും നമുക്കാർക്കും വിശ്വാസയോഗ്യമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൗലിദിന്റെ അസ്ല് തന്നെ, അതിന്റെ അടിസ്ഥാനം തന്നെ, അതിന്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. അത് മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ടതാണ്, അതിന് പ്രാമാണികമായിട്ട് തെളിവില്ല എന്നുള്ളത് അവർ ഓരോരുത്തരും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതെങ്ങനെ മുസ്ലിം ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അത് ചരിത്രപരമായിട്ട് വ്യക്തമായി തെളിയിക്കാൻ നമുക്ക് പറ്റും. ലോകത്ത് ആദ്യമായിട്ട് മൗലീദ് ആഘോഷിച്ചതാരാണ്? ഖുർആനിലില്ലാത്ത, സുന്നത്തിലില്ലാത്ത, സഹാബത്ത് ചെയ്യാത്ത, ഉത്തമ നൂറ്റാണ്ടിൽ ആരും ചെയ്യാത്ത, അതിപ്പറഞ്ഞ ഷാഫി മദ്ഹബിന്റെ ആളുകൾ പോലും, ആ പണ്ഡിതന്മാർ പോലും മൗലിദിന്റെ അസ്ല് തന്നെ വിദഅത്താണ് എന്ന് പറഞ്ഞ ഈ ജന്മദിനാഘോഷം പിന്നീട് ലോകത്ത് ആദ്യം അത് ചെയ്തത് ആരാണ്? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ആഘോഷിക്കുന്നത് ഉബൈദികളാണ്. ബനു അൽ ഉബൈദ്, ഉബൈദികൾ. ചരിത്രത്തിൽ മറ്റൊരു പേര് കൂടി അവർക്കുണ്ട്, അൽ ഫാത്തിമിയൂൻ, ഫാത്തിമികൾ എന്ന പേരിലും ചരിത്രത്തിൽ അവർ മഷ്ഹൂറായിട്ടുണ്ട്. ഈ ഉബൈദികളാണ് ലോകത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കതിന് തെളിവ് വേണം. ഈ ഉബൈദികളാണ്, അല്ലെങ്കിൽ ഫാത്തിമികൾ. ഫാത്തിമികൾ എന്നുള്ളത് ശരിക്കും അവരെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് അവര്. പക്ഷെ അവര് മഷ്ഹൂറായത് ഫാത്തിമികൾ എന്ന പേരിലാണ്, ചരിത്രത്തിൽ മഷ്ഹൂറായത്. യഥാർത്ഥത്തിൽ അവരാരാണ്? ഉബൈദികളാണ്. ബനു അൽ ഉബൈദ്, ഉബൈദിന്റെ മക്കളാണ്, സന്തതി പരമ്പരകളാണ്. ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാകും. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് മുളഫർ രാജാവ് എന്നാണല്ലോ, ഇർബൽ ഭരിച്ചിരുന്ന മലിക് മുളഫർ അബൂ സഈദ് അൽ കോക്പൂരി, അദ്ദേഹമാണല്ലോ ആദ്യമായിട്ട് മൗലിദ് ആഘോഷിച്ചത്. യഥാർത്ഥത്തിൽ അയാൾ ഈ മൗലിദ് ആഘോഷം ഇവരിൽ നിന്ന് കടമെടുത്തതാണ്, സൂഫികളിൽ നിന്ന് കടമെടുത്തതാണ്. യഥാർത്ഥത്തിൽ ഉമർ ഇബ്നു മുഹമ്മദ് അൽ മുല്ല എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ സൂഫി, അയാളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മുളഫർ രാജാവ് അത് കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചരിത്രം നമ്മൾ വായിക്കുന്നത് ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ്. അതിന്റെ മുമ്പ് തന്നെ ഈ മൗലിദ് ആഘോഷം ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ മൗലിദ് ആഘോഷം ലോകത്ത് ഒന്നുകൂടി വ്യാപിപ്പിക്കുക മാത്രമാണ് മുളഫർ രാജാവ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ലോകത്ത് ആദ്യമായി മൗലിദാഘോഷം തുടങ്ങിയത് മുളഫർ രാജാവാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അത് പണ്ഡിതന്മാർ, ഇസ്ലാമിക ചരിത്രകാരന്മാർ പ്രാമാണികമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പൊ ലോകത്തിങ്ങനെ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിച്ചത് ഉബൈദികളാണ് എന്നുള്ളതിന് ചരിത്രപരമായി നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ആരാണ് ഉബൈദികൾ, ആരാണ് ഫാത്തിമികൾ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരാണ് ലോകത്ത് ആദ്യം മൗലിദ് ആഘോഷിച്ചത് എന്നുള്ളതിന്റെ ചില തെളിവുകൾ. ഒന്ന്, ഷെയ്ഖ് അലി മഹ്ഫൂദ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥം അൽ ഇബ്ദാ, അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, മിസ്റിലെ മിൻ കിബാരി ഉലമാഇ മിസ്ർ ഷെയ്ഖ് അലി മഹ്ഫൂദ്, അദ്ദേഹം ഈ മൗലിദ് ആഘോഷത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്, ഇന്ന അവ്വലമൻ അഹ്ദസഹ ഹൈ അൽ മവാലിദ്, ഈ മൗലിദുകളൊക്കെ ആദ്യമായി അഹ്ദസ, അത് പുതിയതായിട്ടുണ്ടാക്കിയത് ബിൽ ഖാഹിറ, കെയ്റോവിലാണ്, ഈജിപ്തിലാണ്. ആരാണ്? അൽ ഖുലഫാഉൽ ഫാത്തിമിയൂന ഫിൽ ഖർനി റാബി, 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്ത് ഭരിച്ച ഫാത്തിമി ഭരണാധികാരികളാണ്. അത് ഫാത്തിമികളാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ മൗലിദാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇത് അലി മഹ്ഫൂദ് പറയുന്നു, കെയ്റോവിൽ, ഈജിപ്തില് 4-ാം നൂറ്റാണ്ടിൽ. അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്ത്, ഇതിന്റെ അഫ്സല് തന്നെ വിദഅത്താണ്. ആദ്യത്തെ 3 നൂറ്റാണ്ടിലും, ആ 3 നൂറ്റാണ്ടിലും 3 തലമുറകളിലും ഇതില്ല, ഏത് മൗലിദാഘോഷം ഉണ്ടായിട്ടില്ല. ഇത് തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടില് ഈജിപ്തില് ഫാത്തിമി ഭരണാധികാരികളാണ്. ഫബ്തദഉ 6 മവാലിദിൻ, 6 മൗലിദുകൾ അവരുണ്ടാക്കി. 6 മൗലിദുകൾ അത് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് അൽ മൗലിദുൻ നബവി, വമൗലിദുൽ ഇമാം അലി റളിയല്ലാഹു അൻഹു, വമൗലിദു സയ്യിദ ഫാത്തിമ അസ്സഹറ റളിയല്ലാഹു അൻഹ, വമൗലിദു അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, വമൗലിദു അൽ ഖലീഫത്തുൽ ഹാദിർ, അന്ന് ജീവിച്ചിരിക്കുന്ന ഖലീഫന്റെ മൗലിദ് അടക്കം 6 പേരുടെ മൗലിദ്
ലോകത്ത് ആദ്യമായി തുടക്കം കുറിച്ചത് ഈജിപ്ത് ഭരിച്ചിരുന്ന, ഈജിപ്ത് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഉബൈദികളുടെ അധികാരം ഉണ്ടായിരുന്നു. തുനീഷ്യയിലാണ് അവരിത് സ്റ്റാർട്ട് ചെയ്തവരുടെ പ്രവർത്തനങ്ങൾ. പിന്നീട് ഈജിപ്തിൽ അവർ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. പിന്നീട് ജസീറത്തുൽ അറബിന്റെ പല ഭാഗങ്ങളും, അതേപോലെ തന്നെ ഷാം, ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങൾ, ഇവിടൊക്കെ വരെ അധികാരം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഉബൈദികൾ. അപ്പൊ ഇത് വേറെ വലിയൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഫാത്തിമി ഭരണാധികാരികളാണ് ലോകത്ത് ആദ്യമായി 6 മൗലിദുകൾ, അതിലേത് മൗലിദും പെട്ടു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദും പെട്ടു. ലോകത്ത് ആദ്യമായിട്ട് അപ്പം മൗലിദിന് തുടക്കം കുറിച്ചത് മുളഫർ രാജാവല്ല, അവർക്ക് മുമ്പ് ഈ ഫാത്തിമികൾ ഇത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത് ഷെയ്ഖ് അലി മഹ്ഫൂദിന്റെ വാചകങ്ങള്. ഇനി ഇത് അദ്ദേഹം മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനെപ്പറ്റി ചരിത്രപരമായി പഠനം നടത്തിയ പണ്ഡിതന്മാരൊക്കെ ഇത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മുഹമ്മദ് ബിൻ വഹീദ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അയാൾ പറഞ്ഞു, മിമ്മാ അഹ്ദസ വകസ്റ സുആലു അൻഹു അൽ മവാലിദ്. ഈ മൗലിദിനെ കുറിച്ചുള്ള ചോദ്യം കൂടുതലായി വന്നപ്പോ അതിന് അദ്ദേഹം ഉത്തരം കൊടുത്തു. ഫനഖൂലു, നമ്മൾ പറയുന്നു, അദ്ദേഹം അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മുഹമ്മദ് ബിൻ വഹീദ് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. അദ്ദേഹം ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞു, ഇന്ന അവ്വല മൻ അഹ്ദസഹ ബിൽ ഖാഹിറ. ആദ്യമായി മൗലിദ് ആഘോഷിച്ചിട്ടുള്ളത് കെയ്റോവിലാണ്. അൽ ഖുലഫാ ഉൽ ഫാത്തിമിയൂൻ, ഫാത്തിമി ഖലീഫമാരാണ് ഇത് ആദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. അവ്വലുഹും അൽ മുഇസ്സു ലിദീനില്ലാ. അതിൽ ഒന്നാമത്തെ ആളാണ് ആര്? ഈ മൗലിദ് ആഘോഷം സ്റ്റാർട്ട് ചെയ്തത്, ഉദ്ഘാടനം നിർവഹിച്ച ഫാത്തിമി ഹാക്കിം ഭരണാധികാരിന്റെ പേരാണ് അൽ മുഇസ്സു ലിദീനില്ലാ. പേരൊക്കെ കേട്ടാൽ നല്ല പേരാണ്, അൽ മുഇസ്സു ലിദീനില്ലാ. വരായിരുന്നു എന്നുള്ള ചരിത്രം കേട്ടാൽ നമ്മൾ നെട്ടിപ്പോവും. ആ ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ അദ്ദേഹം ആ പേര് വരെ പറഞ്ഞു. മുഇസ്സുൽ ദീനില്ല എന്നറിയപ്പെടുന്ന ഫാത്തിമി ഭരണാധികാരിയാണ് ആദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷിച്ചത്. ഇതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പൊ 2 പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ വായിച്ചു. ഇനി ഇത് മാത്രമല്ല, പ്രമുഖ ചരിത്രകാരനായ മിഖരീസി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥത്തിലും അൽ മവാഇദ് വൽ ഇഅ്തിബാർ, അതേപോലെ തന്നെ ഇത്ആദുൽ ഹുനഫ, അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറയാനുള്ള കാരണം, ഈ ചരിത്രം മനസ്സിലാക്കുമ്പോഴാണ് ജൂതന്മാരുടെ ആദർശം, അവരുടെ തെറ്റായ അഖീദ എത്രത്തോളം ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ സംസ്ഥ എന്നറിയപ്പെടുന്ന ഒരാളുടെ വിശ്വാസം ശരിക്കും അത് ശിയാക്കളുടെ വിശ്വാസമാണ്. അഖീദ തൊട്ട് അതിന്റെ താഴത്തേക്ക് ഇങ്ങോട്ടുള്ള ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളും. അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ഒരു സമസ്തക്കാരന്റെ വിശ്വാസം നമ്മളിവിടെയുള്ള സലഫികളോട് സംസാരിച്ചു നോക്കിയാൽ, ഷിയാക്കൾ നിങ്ങളുടെ നാട്ടിൽ ധാരാളം ഉണ്ടല്ലേ എന്നവർ ചോദിക്കും. ഖബറാരാധന മുതൽക്ക് അത് ഇങ്ങോട്ടൊക്കെ ജൂതന്മാരടുത്ത് നിന്ന് ഷിയാക്കളിലൂടെ വന്നതാണ് നമ്മുടെ കേരളത്തിൽ. മൗലിദുകളും അഖീദാപരമായ പ്രശ്നങ്ങളിൽ തന്നെ അത് വേറെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്, എത്രത്തോളം അത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും മിഖരീസി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ ഇത് ചൂണ്ടിക്കാണിച്ചു. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അൽ മവാഇദ് വൽ ഇഅ്തിബാറിൽ അദ്ദേഹം പറഞ്ഞു, കാന ലിൽ ഖുലഫാഇൽ ഫാത്തിമിയീന ഫീ തൂലി സനത്തി അയാദുൻ വ മവാസിമുൻ. ഓരോ കൊല്ലവും നിറച്ചു ആഘോഷങ്ങൾ ആയിരുന്നു ഈ ഫാത്തിമി ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത്. വഹിയ മൗസിമു റഅസുസ്സന വ മൗസിമു റഅസുൽ ആം വയൗമു ആശൂറ. ഇതൊക്കെ പിന്നെ പുതുവത്സരാഘോഷം, പിന്നെ ആശൂറ ദിവസം ആഘോഷം, വ മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ ആഘോഷം ഇത് അവരാഘോഷിച്ചിരുന്നു. വ മൗലിദു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വ മൗലിദു അൽ ഹസൻ വ മൗലിദു അൽ ഹുസൈൻ അലൈഹിമസ്സലാം വ മൗലിദു ഫാത്തിമത്തു സഹ്റ അലൈഹിസ്സലാം
വമൗലിദു അൽ ഖലീഫത്തുൽ ഹാദിർ വലൈലത്തു അവ്വലു റജബ് വലൈലത്തു നിസ്ഫുഹു വലൈലത്തു അവ്വലു ശഅബാൻ വലൈലത്തു നിസ്ഫുഹു. ഇങ്ങനെ വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. ആർക്ക്? ഈ ഫാത്തിമി ഖുലഫാക്കൾക്ക്, അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഫാത്തിമി ഭരണാധികാരികൾക്ക്. വേറൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, മിക്രീജ് പറഞ്ഞു, വഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉൽസിമൻ നാസു ബിവുഖൂദിൽ ഖനാദീൽ ബില്ലൈലി ഫീ സാഇ ശവാരി വൽ അസ്ഖത്ത് ബി മിസ്ർ. മിസ്റിന്റെ തെരുവോരങ്ങളിലും അതേപോലെ തന്നെ റോഡുകളിലും ഖിന്ദിയിൽ ഇതൊക്കെ കെട്ടിത്തൂക്കാനും അത് കത്തിക്കാനും ജനങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇതൊക്കെ തോരണങ്ങൾ തൂക്കലും അലങ്കരിക്കലും ബൾബുകൾ എത്തിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവരത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഖബറാരാധന അങ്ങനെ തുടങ്ങി. അത് നമ്മളെ കേരളത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഈ മൗലിദാഘോഷത്തിന്റെ പിന്നിലുള്ള ചരിത്രം അങ്ങനെ തന്നെയാണ്. ഇവരാണ് തുടങ്ങിയത്, ഫാത്തിമികള്, യൗബൈദികള്. അപ്പൊ അദ്ദേഹം പറയണം ജനങ്ങൾ അതിനുവേണ്ടി അവര് നിർബന്ധിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ആ ഉബൈദികളുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഉബൈദികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഭരണാധികാരിയായിരുന്ന അഫ്ളൽ ഇബ്നു അമീറുൽ ജുയൂഷ്, അയാൾ അധികാരത്തിൽ വന്നപ്പോൾ 4 മൗലിദുകൾ നിർത്തലാക്കി എന്നൊക്കെ ചരിത്രങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അൽ അഫ്ളൽ ഇബ്നു അമീർ അൽ ജുയൂഷ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ 4 മൗലിദുകൾ നിർത്തലാക്കി. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ്, അലവി അലി റളിയല്ലാഹുവിന്റെ മൗലൂദ്, ഫാത്തിമ റളിയല്ലാഹുവിന്റെ മൗലൂദ്, വൽ ഇമാമുൽ ഹാദിർ, അന്ന് ജീവിച്ചിരിക്കുന്ന ഇമാമിന്റെ മൗലൂദ് ഇവർ കഴിച്ചിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. ഈ 4 മൗലൂദുകൾ അദ്ദേഹം നിർത്തലാക്കി. പക്ഷെ പിന്നീട് അടുത്ത ഭരണാധികാരി വന്നപ്പോൾ ഖലീഫത്തുൽ ആമിർ ബി ഹക്കാമില്ല, അയാൾ അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും ഈ ആളുകൾ ഇവരിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഇത് നിർത്തിവെച്ചതൊക്കെ വീണ്ടും ഇവർ പുനരാരംഭിച്ചു. ഇതൊക്കെ മിഖ്രീസി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ 3 തെളിവുകൾ നമ്മൾ പറഞ്ഞു, 3 പണ്ഡിതന്മാർ ഉദ്ധരിച്ചത്. 4മത്തെ തെളിവ് കൂടി, ഈ അൽ മുഇസ്സുൽ ദീനില്ല, ഇയാളാണ് ആദ്യമായിട്ട് ഈ മൗലിദാഘോഷത്തിന് തുടക്കം കുറിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അയാൾ ഉബൈദികളിൽപ്പെട്ട ഭരണാധികാരിയാണ്. അയാളെ കുറിച്ചൊരു ചരിത്രം 2 ഡോക്ടർമാർ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഹസൻ ഇബ്രാഹിം ഹസൻ, അതേപോലെ തന്നെ തോഹ അഹമ്മദ് ഷറഫ്. ഇവർ 2 പേരും അൽ മുഇസ്സുൽ ദീനില്ല എന്ന ഗ്രന്ഥത്തില് അൽ ഹഫ്ലാത്ത് വൽ അയ്യാദു എന്നൊരു ഹെഡിങ്ങില് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ആ ചരിത്രം പറയുമ്പോൾ അവർ 2 പേരും പറഞ്ഞു, ഇന്നൽ മുഇസ്സ കാന യശ്തരിക്കു മഅ റിആയാഹി ഫിൽ ഇഹ്തിഫാൽ ബിഈദി റഅസി സനത്തിൽ ഹിജ്രിയ. ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ആഘോഷത്തിൽ ഈ മുഇസ്സ്, ഈ ഖലീഫ, ഈ ഭരണാധികാരി എന്ത് ചെയ്യും? പ്രജകളുടെ കൂടെ പങ്കെടുക്കാറുണ്ട് അല്ലെ, പുതുവത്സരാഘോഷം. അതുപോലെ ഹിജ്റ വർഷത്തിന്റെ ആ തുടക്കത്തില്. അതേപോലെ തന്നെ വമൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദാഘോഷത്തിലും ഇയാള് പങ്കെടുത്തിരുന്നു. മുഇസ്സുൽ ദീനില്ല. വലൈലത്തു അവ്വലു റജബ് വനിസ്ഫുഹു വലൈലത്തു അവ്വലു ശഅബാൻ വനിസ്ഫുഹു വമൗസിമു ഖററത്ത് റമളാൻ. ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ ഇയാള് ആളുകളുടെ കൂടെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇസ്ലാമിക ലോകത്തെ ചരിത്രകാരന്മാര് നമുക്ക് പഠിപ്പിച്ചെന്നൊരു യാഥാർത്ഥ്യമാണ്. എന്ത്? ലോകത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് അടക്കമുള്ള ഈ ജന്മദിനാഘോഷങ്ങൾ ലോകത്ത് തുടങ്ങിയത് അത് ഫാത്തിമികളാണ്, അത് ഉബൈദികളാണ് എന്നുള്ളത് ചരിത്രം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഞാൻ ഉദ്ധരിച്ചൊക്കെ തെളിവുകളാണ്. ഇനി 2മത്തെ ഒരു പോയിന്റ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ വേറെയും കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതില്ല. ഇനി മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ ഉബൈദികൾ? ഉബൈദികൾ ആരാണ്? ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാവും. അത് നമുക്ക് തെളിവല്ലേ, അവരൊക്കെ മുസ്ലിം ലോകം ഭരിച്ചിട്ടുള്ള ആളുകളല്ലേ, അതുകൊണ്ട് നമുക്കത് ആഘോഷിച്ചാൽ എന്താ? ഇതിനെന്താണ് പ്രശ്നം? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജൂതന്മാരുടെ ആദർശം മുസ്ലിങ്ങളിൽ എത്രത്തോളം അവര് കടത്തിക്കൂട്ടിയിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ അഖീദ എത്രത്തോളം അവരെ പേപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉബൈദികളുടെ ചരിത്രം മുസ്ലിം ലോകത്തിന്റെ ഈ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്, ഒരു കറുത്ത അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ
ഉബൈദികളുടെ ചരിത്രത്തെ വിശദമായി അവലോകനം ചെയ്യുകയും നിരീക്ഷണം നടത്തുകയും ഗവേഷണം നടത്തുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ആദർശം എന്തായിരുന്നു എന്നുള്ളത് അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവര് ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം അതിന്റെ സ്ഥാപകനാണ് ആര്? ഉബൈദുള്ള. അയാളിലേക്ക് ചേർത്തിയിട്ടാണ് ഇവർ പിന്നീട് ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. യഥാർത്ഥത്തിൽ അയാളുടെ പേര് ഉബൈദുള്ള എന്നല്ല, അയാളുടെ പേര് സഈദ് എന്തായിരുന്നു? സഈദ്. ഇയാൾ പിന്നീട് പേര് മാറ്റി ഉബൈദുള്ള എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് ഞാൻ മഹ്ദിയാണെന്ന് വാദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് വാദിച്ചു. ഇങ്ങനെ കുറെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ള മഹ്ദി ഞാനാണ്, അതുകൊണ്ട് ഉബൈദുള്ള അൽ മഹ്ദി എന്ന പേര് ഇയാൾ സ്വീകരിച്ചു. ഞാനാണ് മഹ്ദി എന്ന് അവകാശപ്പെട്ടു. ഇയാളിലേക്ക് ചേർത്തിയിട്ടാണ് ഇവർ ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെയാണ് അവർ ഉബൈദികൾ, ബനു അൽ ഉബൈദ് എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ അൽ ഫാത്തിമിയൂൻ, ഫാത്തിമികളാണ് ഞങ്ങൾ എന്നുള്ളത് അവരുടെ അവകാശവാദം മാത്രമാണ്. അതാരും അംഗീകരിച്ചിട്ടില്ല, അത് കളവാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്ത പണ്ഡിതന്മാര്, പഠനം നടത്തിയ ഇസ്ലാമിക ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവുമായിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടോ ഒരു ബന്ധവും ഈ ഫാത്തിമികൾക്കില്ല. എന്നാൽ ഈ തെറ്റായ അഖീദ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നബി കുടുംബത്തോട് സ്നേഹമുള്ളവരാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്തു? ഈ ജന്മദിനാഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അതിലൂടെ അവർ തെറ്റായ വിശ്വാസങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിച്ചു. അപ്പൊ ഈ ഉബൈദുള്ള എന്ന ആളിലേക്ക് ചേർത്തിയിട്ടാണ് ഇവർ ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിട്ട് അവർക്കൊരു ബന്ധമല്ല എന്നുള്ളത്, ഇതിനെപ്പറ്റി പഠനം നടത്തിയ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതിലെ ചില വാചകങ്ങൾ. കാരണം ചില ആളുകൾ അങ്ങനെ വാദിക്കാറുണ്ട്, അവർ ഫാത്തിമികളല്ലേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ചതാണ് ഈ ജന്മദിനാഘോഷം. ഇബ്നു ഖല്ലിക്കാൻ, അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ പ്രഗത്ഭനായ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, വൽ ജംഹൂർ അല അദമി സിഹ്ഹതി നസബിഹിം വഅന്നഹും കദിബത്തുൻ അദ്ഇയ ലാ ഹല്ല ലഹും ഫി നസബത്തിൽ മുഹമ്മദിയ്യ അസ്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബയുമായി, കുടുംബബന്ധവുമായി, വംശപരമ്പരയുമായി ഒരു ബന്ധവും ആർക്കില്ല? ഈ ഉബൈദികൾക്കില്ല, ഫാത്തിമികൾക്കില്ല. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ മഹ്ദി ഉബൈദുല്ലാഹ് വാലിദുൽ ഖുലഫാഇൽ ബാത്തിനിയ്യ അൽ ഉബൈദിയ്യ അൽ ഫാത്തിമിയ്യ ഇഫ്തറ അന്നഹു മിൻ വലദി ജഅഫർ സ്വാദിഖ്. അയാളത് കളവ് പറഞ്ഞുണ്ടാക്കിയതാണ്. എന്ത്? ജഅഫർ സ്വാദിഖിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ എന്നുള്ളത് ഈ ഉബൈദുള്ള അയാൾ കളവ് പറഞ്ഞുണ്ടാക്കിയതാണ്. ഇതേപോലെ തന്നെ ഇബ്നു ഖല്ലിക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, വഅഹ്ലുൽ ഇൽമി ബിൽ അൻസാബ്, നസബിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഇൽമുള്ള ആളുകൾ, മിനൽ മുഹഖിഖീന, മുഹഖിഖീങ്ങളായ വംശപരമ്പരയെ കുറിച്ച് പഠിച്ചിട്ടുള്ള അഹ്ലുൽ ഇൽമിൽപ്പെട്ടവർ പറഞ്ഞു, അവര് യുൻകിറൂന ദഅവാഹു ഫിൻ നസബി, ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തിയിട്ടുള്ള ഇവരുടെ ഈ നസബിനെ അവരൊക്കെ തന്നെ എതിർക്കുന്നു. അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഈ ഉബൈദികളുടെ ആദർശം, അവരുടെ ഭരണം, അവർ ഇസ്ലാമിക ലോകത്തിനുണ്ടാക്കിയ അപകടങ്ങൾ, ആ വിഷയത്തിൽ ഗ്രന്ഥം തന്നെ, ആരാണ് ഉബൈദികൾ എന്നുള്ളത് ശരിക്കും വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ കശ്ഫു മാ കാന അലൈഹി ബനു ഉബൈദ് മിനൽ കുഫ്രി വൽ ഖദിബി വൽ മക്രി വൽ ഖൈദി എന്നുള്ള ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം അബൂ ശാമ അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു, യദ്ദഊന ശറഫ, അവർ ഉത്കൃഷ്ടരാണെന്ന് വാദിച്ചു. വനസബതുഹും ഇലാ മജൂസിയിൻ, ശരിക്കും ഇവരുടെ നിസ്ബ, ഇവരുടെ വംശപരമ്പര എത്തുന്നത് മജൂസികളിലേക്കാണ്.
ഔ യഹൂദിയിൻ, അല്ലെങ്കിൽ യഹൂദികളിലേക്ക്, ഹത്താ ഇഷ്തഹറ ലഹും ദാലിക, അവരതിൽ പ്രസിദ്ധരാണ്. അപ്പൊ ശരിക്കും ഉബൈദികളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉബൈദികളാണ് ലോകത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് മൗലിദിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്. അപ്പൊ അബൂശാമ പറയുന്നത്, ഇവരൊക്കെ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ അബൂശാമ. അദ്ദേഹം പറയുന്നത് എന്താ, അവരുടെ നസബ അത് ഇലാ മജൂസിയൻ, അതൊരു മജൂസിയിലേക്കാണ് ചെന്നെത്തുന്നത്. മജൂസി അഗ്നി ആരാധന. ഔ യഹൂദിയിൻ, അല്ലെങ്കിൽ യഹൂദികളിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വക്കീല, പറയപ്പെട്ടിട്ടുണ്ട്, അദ്ദൗലത്തുൽ അലവിയ്യ, ഈ രാഷ്ട്രത്തെക്കുറിച്ച്, അദ്ദൗലത്തുൽ അലവിയ്യ, അലി റളിയല്ലാഹുവിലേക്ക് ചേർത്തിയിട്ട് അലവി രാഷ്ട്രം, വദ്ദൗലത്തുൽ ഫാത്തിമിയ്യ, ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തിയിട്ട് ഫാത്തിമി രാഷ്ട്രം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരതൊന്നുമല്ല. വഇന്നമാഹി അദ്ദൗലത്തുൽ യഹൂദിയ്യ, അവർക്ക് കൊടുക്കേണ്ട പേര് അദ്ദൗലത്തുൽ യഹൂദിയ്യ, യഹൂദികളാണ് ഇവര്. അവിൽ മജൂസിയ്യ, അല്ലെങ്കിൽ മജൂസികളാണ്. അൽ മുൽഹിദ അൽ ബാത്തിനിയ്യ, മുൽഹിദ നിരീശ്വരവാദികളായ, നിർമ്മിതവാദികളായ. ബാത്തിനിയ, ബാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. അപ്പോ ഈ മജൂസികളായ, ഈ യഹൂദികളായ, ഈ മുൽഹിദ നിരീശ്വരവാദികളായ, ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ ഈ ഉബൈദികളാണ് ലോകത്ത് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന സത്യമാണ്. പിന്നെ അത് ആഘോഷിക്കാത്തവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയാ? അപ്പൊ അത് അബൂശാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാൻ. ഇനി അപ്പൊ അവരുടെ ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് അവര് ഇത് ചേർത്തി പറയുന്നതിന് ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇവരെ കുറിച്ച് വലിയ പഠനം നടത്തുന്നുണ്ട്. ഇവരുടെ ഓരോ സ്വഭാവങ്ങളെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഈ ഉബൈദികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ ജദ്ദുണ്ട്, ഒരു ജദ്. ആര്? ഈ ഉബൈദുല്ലാന്റെ ജദ്. ഉബൈദുള്ളതിന്റെ മുഅസ്സിസാണ്. ഉബൈദുള്ള അറിയപ്പെടുന്നത് മുഅസ്സിസുദ്ദൗലത്തുൽ ഉബൈദിയ്യ. അയാളാണ് ആര്? ഫാത്തിമിയ്യ. അയാളാണ് ആര്? ഉബൈദുള്ള. ഈ ഉബൈദുല്ലാന്റെ ജദ്ദാണ് ആര്? ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ്, മൈമൂൻ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ്. ഇയാളെ പറ്റി ചരിത്രം പറയുന്നത് എന്താ അറിയോ? ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? ഈ ഉബൈദുല്ലാന്റെ ജദ്ദായ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ്. അപ്പൊ ഉബൈദുള്ളയാണ് ഇതിന്റെ മുഅസ്സിസ്, സ്ഥാപകൻ, ഉബൈദികളുടെ സ്ഥാപകൻ, നേതാവ്. അയാളാണ് ഇത് സ്ഥാപിച്ചത്, ഈ ആദർശരുടെ നിലപാടുകൾ. ഈ ഉബൈദുല്ലാന്റെ ജദ്ദിനെ പറ്റി പറയുന്നതാണെന്ത്? ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ആര്? ഇബ്നു ദൈസാൻ, അയാളുടെ ജദ്ദ്. ഈ ഇറാഖിലെ ജയിലിൽ വെച്ചിട്ട് 3 ആളുകൾ ചേർന്നിട്ടാണ് ബാത്തിനിയ പ്രസ്ഥാനം രൂപീകരിച്ചത് എന്നുള്ളത് മുസ്ലിം ചരിത്രകാരന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബഗ്ദാദിയുടെ ഫർഖ് ബൈനൽ ഫിറഖ് എന്നുള്ള ഗ്രന്ഥത്തിൽ അത് കാണാം. 3 ആളുകൾ കൂടി ഇറാഖിലെ ജയിലിൽ വെച്ചിട്ടാണ് ഈ ബാത്തിനിയ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഇനി ബാത്തിനിയാക്കൾ ആരാണ്? നേരത്തെ അബൂശാമ പറഞ്ഞത് നമ്മൾ വായിച്ചു. ബാത്തിനിയാക്കളെ പറ്റി പണ്ഡിതന്മാർ പഠിപ്പിച്ച വാചകങ്ങൾ എന്താ അറിയോ? ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞാല് യഹൂദികളെക്കാളും നസ്രാക്കളെക്കാളും മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയ ആളുകളാണ്. ബാഗ്ദാദി അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു, യഅലമു, നിങ്ങൾ അറിയണം, അസ്അദകുമുല്ലാഹ് അന്ന ദററൽ ബാത്തിനിയ അലാ ഫിറഖിൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ, മുസ്ലിം വിഭാഗങ്ങളിൽ ഈ ബാത്തിനിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ദററ്, ബുദ്ധിമുട്ട്, അഅലമു മിൻ ദററിൽ യഹൂദി വൻ നസ്വാറ വൽ മജൂസ്, മജൂസികളും നസ്രാനികളും യഹൂദികളും ഉണ്ടാക്കിയ ഉപദ്രവം എത്രയാണോ അതിനേക്കാളൊക്കെ വലിയ ഉപദ്രവമാണ്, ഷർറാണ് ഈ ബാത്തിനിയാക്കൾ മുസ്ലിം ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. ബൽ അഅലമു മിൻ മലറത്തിദ് ദഹരിയ്യ, ഈ ലോകം, പ്രകൃതി, പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ദഹരിയത്തിന്റെ ആ വാദത്തിന്റെ ആൾക്കാർ. പ്രകൃതി അത് കാണിക്കുന്ന വികൃതിയാണ് ഇതൊക്കെ. നിർമ്മിതവാദികൾ, നിരീശ്വരവാദികൾ, അവരെക്കാൾ വലിയ ഷർറാണ് ഈ ബാത്തിനിയാക്കൾ ഇസ്ലാമിക ലോകത്തുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്.
അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അല്ലദി യസിഹു ഇന്ദി മിൻ ദീനിൽ ബാത്തിനിയ, ഈ ബാത്തിനിയാക്കളുടെ മതം ദീന് അന്നഹും ദഹരിയ, അവര് ഈ നിർമ്മിതവാദികളാണ്, ഈ പ്രകൃതിവാദികളാണ്, സനാദിഖ നിരീശ്വരവാദികളാണ്. യഖൂലൂന ബിഖദമിൽ ആലം വയുൻകിറൂന റുസുല വശറാഇയ കുല്ലിഹ, എല്ലാ റസൂലുമാരെ ഇവർ നിഷേധിക്കുന്നു, ശരീഅത്തിനെ തന്നെ ഇവർ നിഷേധിക്കുന്നു. അങ്ങനെയുള്ള നിരീശ്വരവാദികളും നിർമ്മിതവാദികളുമാണ് ആര്? ബാത്തിനിയാക്കൾ. അതാണ് അവരുടെ ആദർശം. ഈ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? നേരത്തെ പറഞ്ഞ ഉബൈദിയാക്കളുടെ സ്ഥാപകനായ ഉബൈദുള്ളയുടെ ജദ്ദ്. ആ ജദ്ദ് ഈ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. ഇത് മാത്രമല്ല, ഈ ജദ്ദിനെ സംബന്ധിച്ചിടത്തോളം ബാഖിലാനി അദ്ദേഹം പറഞ്ഞു, വക്കാന ബാത്തിനിയൻ ഖബീസൻ ഹരീസൻ അലാ ഇസാലത്തി മില്ലത്തിൽ ഇസ്ലാം. ഇയാൾ ആരായിരുന്നു? ഇയാളൊരു ബാത്തിനിയായിരുന്നു, വൃത്തികെട്ടവനായിരുന്നു, ഹരീസൻ അതിയായ ആഗ്രഹമുള്ളവനായിരുന്നു, അലാ ഇസാലത്തി മില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാമിനെ തന്നെ തുടച്ചു നീക്കാൻ. അദമൽ ഉലമാ വൽ ഫുഖഹാ, പണ്ഡിതന്മാരെ അവര് ഇല്ലാതാക്കിയിട്ടുണ്ട്, ഫുഖഹാക്കളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോ വലിയൊരു ചരിത്രം ഇയാളെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കാറുണ്ട്. ആര്? ഇയാളുടെ ജദ്ദിനെ പറ്റി. അപ്പൊ ആ ജദ്ദിനെ കുറിച്ചുള്ള വേറെയും ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജദ്ദിന്റെ കോലം. ആരെ? ഇബ്നു ദൈസാനുൽ ഖദ്ദാഹിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ ഉബൈദുള്ളന്റെ ജദ്ദാണ് ഈ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ്. അപ്പൊ ഇതാണ് അയാളുടെ സ്ഥിതി. ഇനി ഈ ഉബൈദുള്ളയെ സംബന്ധിച്ചിടത്തോളം, ഉബൈദിയാക്കളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, അവര് ഗൈബിയത്ത് വാദിച്ചു, ഞങ്ങൾക്ക് അദൃശ്യമറിയും എന്ന് വാദിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാ വിശദീകരിക്കുന്നത്? നമ്മളിത് പറയുമ്പോൾ അത് അലി റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കണ്ട. അതൊക്കെ ചരിത്രകാരന്മാര് മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇബ്നു കസീർ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഇബ്നു ഖല്ലിക്കാൻ ഇവരൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണ്. അബൂ ശാമ അവരൊക്കെ തന്നെ അറിയപ്പെട്ട ഇസ്ലാമിക ലോകത്ത് പ്രഗത്ഭരായ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളുമാണ്. അപ്പൊ ഈ ഉബൈദികൾ ഞങ്ങൾക്ക് അദൃശ്യമറിയും എന്ന് വാദിച്ചിട്ടുണ്ട്, ഉലൂഹിയത്ത് വാദിച്ചിട്ടുണ്ട്, ഉലൂഹിയത്ത്, റുബൂബിയത്ത് വാദിച്ചിട്ടുണ്ട്, നബൂവത്ത് വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്, ഇതൊക്കെ ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ ഇതൊക്കെ തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില്, അതേപോലെ തന്നെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് പറഞ്ഞ ചില വാചകങ്ങൾ, അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന ഉബൈദികളിലെ ഒരു ഭരണാധികാരിയായിരുന്ന ഹാക്കിം അൽ ഉബൈദി, അയാളെ സംബന്ധിച്ച്, അതേപോലെ തന്നെ അവന്റെ മുൻഗാമികളെ സംബന്ധിച്ച് ഇവര് പറയുന്നത്, ഇമാം ദഹബി ഇബ്നു കസീറൊക്കെ പറയുന്നത്, ഹുവ വസലഫുഹു കുഫാറുൻ, ഇവനും ഇവന്റെ മുൻഗാമികളും കാഫിരീങ്ങളാണ്, സത്യനിഷേധികളാണ്, ഫുസ്സാഖുൻ ഫാസിഖീങ്ങളാണ്, ഫുജ്ജാറുൻ തെമ്മാടികളാണ്, മുൽഹിദൂൻ നിരീശ്വരവാദികളാണ്, നിഷേധികളാണ്, സനാദിഖ അത് തന്നെ നിരീശ്വരവാദികളാണ്, മുഅത്തിലൂൻ ലിൽ ഇസ്ലാമി ജാഹിദൂൻ ഇസ്ലാമിനെ തന്നെ നിഷേധിക്കുന്നവരാണ്, വലിമദ്ഹബിൽ മജൂസിയ്യ വസ്സനവിയ്യ മുഅ്തഖിദൂൻ വിഗ്രഹാരാധനയിലും മജൂസി അഖീദയിലും വിശ്വസിക്കുന്നവരാണ്, ഖദ് അഖ്തലു വൽ ഹുദൂദ അല്ലാഹുവിന്റെ ഹദ്ദുകളെ അവർ ഇല്ലായ്മ ചെയ്തു, വഅബാഹു വൽ ഫുറൂജ വ്യഭിചാരം ഗുഹ്യസ്ഥാനങ്ങളെ അവർ അനുവദനീയമാക്കി, വഅഹല്ലു അൽ ഖംറ കള്ള് ഹലാലാക്കി, വസഫക്കു അദ്ദിമാഅ രക്തം ചിന്തി, വസബ്ബു അൽ അംബിയാ അംബിയാക്കളെ ചീത്ത പറഞ്ഞു, വലഅനു അസ്സലഫ സലഫുകളെ ശപിച്ചു, വദ്ദഉ അർറുബൂബിയ്യ റുബൂബിയത്ത് പോലെ ഇവർ വാദിച്ചു. അതൊക്കെ ദഹബി വിശദീകരിക്കാൻ ഇമാം ദഹബി ആരെക്കുറിച്ച്? ഈ ഉബൈദികളെ കുറിച്ച് വിശദീകരിക്കണം. ഇനിത് മാത്രമല്ല, എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ അന്ന് ഭരിച്ചിരുന്ന ഹാക്കിം അൽ ഉബൈദിയെ കണ്ടാൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന പോലും ഉണ്ടായിരുന്നു എന്നാ. അവര് ഹാക്കിമിന് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടി സുജൂദ് ചെയ്യുന്ന. അത് മാത്രമല്ല, അയാളെ കുറിച്ച് അവര് പറഞ്ഞ
നിങ്ങൾ തന്നെയാണ് റബ്ബ്, അത് അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ചില വാചകങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇവർക്കെതിരെ മിമ്പറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഹാക്കിം അൽ ഉബൈദിയെ കുറിച്ച് ഇമാം ദഹബി വിശദീകരിക്കുന്നു. അൽ ഹാക്കിം ഉബൈദി, റുബൂബിയത്തും ഇലാഹിയത്തും വാദിച്ചിരുന്നു ആര്? അൽ ഹാക്കിം അൽ ഉബൈദി. ഇത് രണ്ടും വാദിച്ചിരുന്നു എന്നാണ്, റുബൂബിയത്തും ഉലൂഹിയത്തും. അങ്ങനെ ഈ ഹാക്കിമിനെ കണ്ടാൽ യഖൂലൂന, ആ ജനങ്ങൾ പറയുമായിരുന്നു, യാ വാഹിദ്, യാ അഹദ്, യാ മുഹയ്യി, യാ മുമീത്. ഇയാളെ കണ്ടാൽ ജനങ്ങൾ പറയുന്നതാണ്, യാ വാഹിദ്, യാ അഹദ്, യാ മുഹയ്യി, യാ മുമീത്. അള്ളാഹിനെ കുറിച്ച് പറയുന്ന സിഫത്തുകളൊക്കെ കൊടുത്തുക. ജീവിപ്പിക്കുന്നവനെ, മരിപ്പിക്കുന്നവനെ, ഒരുവനെ. ഇതായിരുന്നു ആരുടെ സ്ഥിതി? ഈ ഉബൈദികളുടെ സ്ഥിതി. ഇത് മാത്രല്ല, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്ന മറ്റൊരു സംഭവം, ഇന്നൽ ഹാക്കിമ കാലലി ദാഇഹി, അയാൾ അദ്ദേഹത്തിന്റെ ദാഇയെ വിളിച്ചു. ആര്? ഹാക്കിം. കം ഫി ജരീദത്തിക, എന്നിട്ട് ആ ജരീദത്തില് അതിന്റെ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട്? കാല, അയാൾ പറഞ്ഞെടുത്തു, സിത്തത്തു അശറ അൽഫൻ, സിത്തത്തു അശറ അൽഫൻ, 16,000-ഓളം ആളുകളുണ്ട്. യഅ്തഖിദൂന, അവരൊക്കെ വിശ്വസിക്കുന്നു, അന്നക അൽ ഇലാഹ്, താങ്കളാണ് ദൈവം, ഇലാഹാണ് എന്നവരൊക്കെ തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രത്തോളം ദുഷിച്ച വിശ്വാസമുള്ള ഒരു വിഭാഗമാണ് ആര്? ഉബൈദികൾ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, കാക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ പള്ളികളില്, സൂക്കുകളില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച്, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ശാപവാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വ്യാപകമായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്നുള്ളത്. അത് പണ്ഡിതന്മാർ ഇബ്നു ഖല്ലിക്കാൻ അതേപോലെ തന്നെ ദഹബി വരൊക്കെ വിശദീകരിക്കുന്നത്, വഉമിറന്നാസു ഇൻദ ദിക്രിഹി ബിൽ ഖിയാം, ആ ഖലീഫന്റെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ അവരോട് ജനങ്ങളൊക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നു. വഅൻ യസ്ജുദൂ ലഹു, അയാൾക്ക് സുജൂദ് ചെയ്യാനും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ ഈ ജന്മദിനാഘോഷങ്ങളൊക്കെ തുടങ്ങിയത് അല്ലാഹു റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അവരുടെ വേരുകള് ശരിക്ക് ജൂതന്മാരാണ്, യഹൂദികളാണ്, മജൂസികളാണ്. നിരീശ്വരവാദത്തിലാണ് ഈ ഉബൈദികളുടെ വേരുകൾ ചെന്നെത്തുന്നത്. അപ്പൊ ഇസ്ലാമിനെ തന്നെ അടിസ്ഥാനപരമായി തകർക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതായിരുന്നു ഈ ഉബൈദികളുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ദഹബി, ഇമാം ദഹബി വിശദീകരിക്കുന്നത്, ഖാമു, അവരൊക്കെ എഴുന്നേറ്റുക്കും, വസജദു ഫിസ്സൂഖി, അങ്ങനെ സൂക്കിൽ വെച്ചിട്ട് ഇവരൊക്കെ സുജൂദ് ചെയ്യും. ഇയാളെ പേര് കേട്ടാല്, അല്ലെങ്കിൽ ഇയാള് വരികയാണെങ്കിൽ, വഫി മവാലയിൽ ഇജ്തിമായി, അതേപോലെ തന്നെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ഈ പേര് കേട്ടാൽ മതി, എല്ലാരും എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. ഇതേപോലെ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത്, സിയറിൽ വിശദീകരിക്കുന്നത്, ഫഖദ് അമറ ബികത്ബി സബ്ബി സ്വഹാബ, സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഉള്ള വാക്കുകളൊക്കെ എഴുതി വെക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു. അലാ അബ്വാബിൽ മസാജിദി, പള്ളിയുടെ വാതിലുകളിൽ, വശവാരി, അതേപോലെ തന്നെ റോഡുകളിൽ. ഇതൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ മൊത്തത്തില് ഇതിങ്ങനെ കുറെ വിശദീകരിക്കുന്നുണ്ട്. ഇവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ്, ഇവര് നിരീശ്വരവാദികളാണ്, മുർത്തദീങ്ങളാണ്, സനാദിക നിരീശ്വരവാദികളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഉബൈദിയൂൻ, ഉബൈദികള്, വഹും മുലാഹിദത്തുൻ ഫിൽ ബാത്തിനി, അവരുടെ ഉള്ളില് നിരീശ്വരവാദമാണ്. അഖദൂ മിൻ മദാഹിബിൽ ഫലാസിഫ വൽ മജൂസി മാ ഖലതു ബിഹി അഖ്വാൽ അർ-റാഫിള, അവര് മജൂസികളുടെ ആദർശവും ഫൽസഫയും എന്നിട്ട് റാഫിളികളുടെ ആദർശവും ഒക്കെ പാടെ ഇവര് മിക്സാക്കി. ഇവരുടെ പുറത്തേക്ക് കണ്ടാൽ ഇവരാരാണ്? റാഫിളികളുടെ ആദർശമാണ്, ഷിയാക്കളുടെ ആദർശമാണ്. എന്നാൽ ഇവരുടെ ഉള്ളിൽ എന്താണ്? തനിച്ച നിരീശ്വരവാദാണുള്ളത്. വഅമ്മാ ഫിൽ ബാത്തിനി ഫമുലാഹിദ, ഇവരുടെ ഉള്ളിലുള്ള ആദർശം അവർ നിരീശ്വരവാദികളാണ്. ഷർറും മിനൽ യഹൂദി വൻ നസ്വാറ, നസ്രാനികളെക്കാൾ യഹൂദികളെക്കാൾ ഷർറാണ് ഇവര്.
അതുകൊണ്ട് ഇബ്നു തൈമിയ്യ തുറന്നു വിശദീകരിക്കുകയാണ്. വലിഹാദ ഖാല ഫീഹിം അൽ ഉലമാഉ, അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ലാഹിറു മദ്ഹബുഹും അർറഫൽ, ഇവരുടെ പുറത്തേക്കുള്ള ആദർശം അത് റാഫിലിയത്താണ്. വബാത്തിനുഹു അൽ കുഫ്റുൽ മഹൽ, ഇവരുടെ ഉള്ളിലുള്ള ആദർശം തനിച്ച കുഫറാണ്. വഹും മിൻ അശദ്ദിന്നാസി തഅലീമൻ ലിൽ മശാഹിരി, കാണുന്നതിനൊക്കെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളതിൽ അതിര് കവിഞ്ഞവരാണ് ഇവര്. വദഅവത്തിൽ കവാകിബി, ഗോളങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ. വനഹ്വി ദാലിക മിൻ ദീനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ദീനായിട്ടുള്ളതൊക്കെ വരിലുണ്ട്. വഅബ്അദിന്നാസി അൻ തഅലീമിൽ മസാജിദി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു പോവാണ്. എന്നിട്ട് അതിന് അദ്ദേഹം വേറെ തെളിവുകൾ കൂടി കൊണ്ടുവരുന്നത് അൽ ഉബൈദിയൂൻ കാനു, ഇത് അദ്ദേഹത്തിന്റെ വേറെ ഗ്രന്ഥത്തിലാണ്, മിൻഹാജ് സുന്ന എന്നുള്ള ഗ്രന്ഥത്തിൽ. അൽ ഉബൈദിയൂൻ കാനു യതലാഹറൂന ബിൽ ഇസ്ലാം വയഖൂലൂന ഇന്നഹും ഷിയ, ഒരു പുറത്തൊക്കെ എന്ത് പറയും, ഷിയാക്കളാണെന്ന് പറയും, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും. ഫല്ലാഹിറു അൻഹും അർറഫൽ ലാകിൻ കാന ബാത്തിനുഹും അലിൽ ഹാദ് വസന്തക, അശരുടെ ബാത്തിന് നിരീശ്വരവാദമാണ്, നിർമ്മിതവാദമാണ്. കമാ ഖാല അബു ഹാമിദ് അൽ ഗസ്സാലി, ഗസ്സാലി പറഞ്ഞതുപോലെ. ഗസ്സാലി ഇവരെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട് ഫി കിതാബി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ. അതേപോലെ തന്നെ വേറെ കുറച്ച് ഗ്രന്ഥകാരന്മാരുടെ പേരുകളൊക്കെ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട്, ഗസ്സാലി പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നല്ല പണ്ഡിതന്മാരുടെ പേരുകളൊക്കെ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഉബൈദികളുടെ ചെറിയൊരു ചരിത്രം. ഇവര് റുബൂബിയത്ത് വാദിച്ചു, ഞാനാണ് ഇലാഹ് എന്ന് പോലും വാദിച്ചു, സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ മുസ്ലിം ലോകത്തെ തന്നെ അഹ്ലുസുന്നയുടെ ആദർശത്തെ നശിപ്പിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വൈദികളുടെ ലക്ഷ്യവും മാർഗവും. പുറത്തേക്ക് ഞങ്ങൾ റാഫിലിയാക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആലി കുടുംബത്തോട് സ്നേഹമുള്ളവരാണ്, ഞങ്ങൾ ഫാത്തിമ റളിയല്ലാഹുവിന്റെ സന്ധിത പരമ്പരകളിൽപ്പെട്ടവരാണ് എന്നൊക്കെ ഇവർ വാദിച്ചു. പക്ഷെ ആ വാദത്തെ മുസ്ലിം ചരിത്രകാരന്മാര് അടിസ്ഥാനപരമായി തന്നെ എന്ത് ചെയ്തു, അവര് തകർത്ത് കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഉബൈദികൾ, അപ്പൊ ഉബൈദികളെ കുറിച്ച് വേറെ നമ്മൾ പഠിക്കണം, അത് വേറെ വലിയൊരു ചരിത്രമാണ്. അവര് ടുനീഷ്യയിൽ അവർ തുടങ്ങിയത്, പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവരുടെ അധികാരം വ്യാപിപ്പിച്ചത്, ഇതൊക്കെ വേറെ വലിയൊരു ചരിത്രമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി ചരിത്രത്തിൽ നിന്ന്. ഒന്ന്, ലോകത്ത് ആദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷിച്ചത് ഈ ഉബൈദികളാണ്. രണ്ട്, ഈ ഉബൈദികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തകർക്കുക എന്നായിരുന്നു. അവർ നിരീശ്വരവാദികളായിരുന്നു, നിർമ്മിതവാദികളായിരുന്നു, യഹൂദികളായിരുന്നു, മജൂസികളായിരുന്നു. ഇത് എല്ലാ ചരിത്രകാരന്മാരും ഈ വിഷയത്തിൽ ഇജ്മാഉണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈജിപ്തിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ മൗലിദാഘോഷം അന്ന് ലോകത്തിന്റെ ഭാഗങ്ങളിലൊന്നും എത്തിയിട്ടില്ല. പിന്നീട് ഈ ഷിയാക്കളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് ആര്? സൂഫികൾ. നല്ല ലിങ്കായിരുന്നു ഇവർ തമ്മിൽ. എല്ലാം ഇങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത്, ഇങ്ങനെ മുസ്ലിങ്ങളിലേക്ക്. ജൂതന്മാര്, ഷിയാക്കള്, സൂഫികള്. ഞാൻ നേരത്തെ പറഞ്ഞ ആള് ഇവരായിട്ട് നല്ല ലിങ്കുള്ള ആളായിരുന്നു. അയാള് പിന്നെ അത് കൊണ്ടുവന്നു, ആര്? ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല. അവർക്ക് പ്രത്യേകമായിട്ടൊരു ഹൈമ, ഒരു ടെന്റ്, ഒരു സാവിയത്ത്, ഒരു കോർണർ ഉണ്ടായിരുന്നു എന്നാ. വലഹു ഫീ കുല്ലി സനത്തിൻ ദഅവത്തുൻ ഫീ ഷഹ്റിൽ മൗലിദ്. റബീഉൽ അവൽ മാസത്തിൽ അയാൾ ആളുകളെ വിളിക്കും. യഹ്ദുർ ഫീഹാ ഇൻദഹു വൽ മുലൂക്ക് വൽ ഉമറാ വൽ ഉലമാ വൽ ഉസറാ വയഹ്തഫിലു ബിദാലിക. ഈ ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ലന്റെ അടുത്ത് ഈ കോർണറിൽ ഇയാളുടെ ടെന്റിൽ ആരൊക്കെ പങ്കെടുക്കും? യഹ്ദുർ ഫീഹാ, ഈ മൗലിദാഘോഷത്തിൽ വന്നിട്ട് പങ്കെടുക്കും. അൽ മുലൂക്ക്, രാജാക്കന്മാരുണ്ടാവും. അൽ ഉമറാ, നേതാക്കന്മാരുണ്ടാവും. അൽ ഉലമാ, പണ്ഡിതന്മാരുണ്ടാവും. വൽ ഉസറാ, മന്ത്രിമാരുണ്ടാവും. വയഹ്തഫിലു ബിദാലിക, എന്നിട്ട് അവര് ഇങ്ങനെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബാഇസ് എന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു. വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിൽ അശ്ശൈഖ് ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല അഹദു സ്വാലിഹീൻ അൽ മഷ്ഹൂരീന. ഇയാളാണ് ഈ ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന, മൗസിൽ ദേശത്ത് ഇയാളായിരുന്നു അറിയപ്പെട്ടിരുന്ന ഇയാളാണ് എന്ത്, മൗസിൽ ദേശത്ത് ആദ്യമായിട്ട് മൗലിദാഘോഷം ഉണ്ടാക്കിയത്. വബിഹി ഖ്തദാ ഫീ ദാലിക സാഹിബു ഇർബൽ. ഉണ്ടോ ആ ലിങ്ക് വരുന്നുണ്ടോ?
ഇയാളെ ലിങ്ക് ചെയ്തിട്ടാണ് വബിഹി ഇഖ്തദാ ഫീ ദാലിക വബിഹി ഇഖ്തദാ ഫീ ദാലിക സാഹിബ് ഇർബൽ. ഇർബലിന്റെ രാജാവ്, ഇർബൽ ഭരിച്ചിരുന്ന ആള് ആര്? മുളഫർ രാജാവ്. ആ മുളഫർ രാജാവിന് ഇത് കിട്ടുന്നത് ഈ ഉമർ ബിൻ മുഹമ്മദ് മുല്ലയിൽ നിന്നാണ്. ആര് പറഞ്ഞു? അബൂഷാമ പറഞ്ഞു. അങ്ങനെ മുളഫർ രാജാവ് ഇത് എന്ത് ചെയ്തു? ഇതാണ് വിപുലമാക്കിയ ആഘോഷം. അപ്പൊ ഇത് ഈജിപ്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുന്നു. അങ്ങനെ അത് സൂഫികളിലൂടെ അത് കടന്നു വന്നു. പിന്നെ സുന്നികൾ എന്നുള്ള ആർത്ഥത്തില് മുളഫർ രാജാവിലേക്ക് എത്തി. മുളഫർ രാജാവ് ഇതാണ്ട് ഉഷാറാക്കി എന്ന് പറഞ്ഞ ഇബ്നു കസീർ ബിദായ വ നിഹായ എന്നുള്ള ഗ്രന്ഥത്തില് ഒരുപാട് ദീനാർ ഇതിനു വേണ്ടി ചെലവാക്കി. കോഴികള്, ആട്, പാൽക്കട്ടികള്, ഹൽവകള്. ഇത് മാത്രമല്ല, സൂഫികൾ ആ സദസ്സിൽ സന്നിഹിതരായിരുന്നത് മാത്രമല്ല, മുളഫർ രാജാവ് അവരുടെ ഈ സൂഫികളുടെ കൂടെ നൃത്തം ചെയ്തിരുന്നു. ഇതൊക്കെ ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ബിദായ വ നിഹായ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു വാചകം വകാന യഹ്ദുറു ഇൻദഹു ഫിൽ മൗലിദി അയാൻ ഉലമായി വസൂഫിയ. ഉണ്ടോ? വലിയ വലിയ പണ്ഡിതന്മാര്, അതേപോലെ തന്നെ സൂഫികള് ഒക്കെ ഈ മുളഫർ രാജാവിന്റെ സദസ്സിലുണ്ടായിരുന്നു. ഒക്കെ ചില വാചകങ്ങൾ. വയഅമലു സൂഫിയത്തി സമാൻ മിനൽ ളുഹ്റിൽ ഫജ്ർ. ളുഹ്ർ മുതൽ ഫജ്ർ വരെ സമാൻ മ്യൂസിക്. വയർഖുസു ബിനഫ്സിഹി മഅഹും. അവരുടെ കൂടെ ഇയാൾ നൃത്തം വെക്കുന്ന റഖാസ, യർഖുസു, നൃത്തം ചെയ്യുക. സൂഫികള് അതിലെ പ്രത്യേകമായ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിനനുസരിച്ച് ഇയാളും അവരുടെ കൂടെ നൃത്തം വെക്കും. വകാന യസ്രിഫു അലൽ മൗലിദി ഫീ കുല്ലി സനത്തിൻ 300,000 ദീനാർ. 300,000 300,000 ദീനാർ ഓരോ വർഷത്തിലും. ഇത്രത്തോളം ഭീമമായ സംഖ്യ ഈ മുളഫർ രാജാവ് ചെലവാക്കിയിരുന്നു. അങ്ങനെ ഇയാളെതാണ് കേമാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ മൗലിദാഘോഷം വ്യാപിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം. പ്രമാണങ്ങളിൽ തെളിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ ഇത് ബിദഅത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ചെറിയ ഒരു ചുരുക്കം ചരിത്രമാണ്. അപ്പോൾ ഇവരാണിത് തുടങ്ങിയത്. വേറെ അതിന് ഖുർആനിലോ ഹദീസിലൊന്നും ഒരു തെളിവ് ഇതിന് കിട്ടില്ല. കാരണം അത്ര വലിയൊരു മഹത്തരമായ കാര്യമായിരുന്നെങ്കിൽ ഒരു ഹദീസെങ്കിലും, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഒന്ന് കാണണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇതിൽ ചെയ്യണം. സ്നേഹിക്കണോ സ്നേഹിക്കേണ്ട എന്നതിൽ തർക്കമല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. അങ്ങനെ ഒരു തർക്കമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂതന്മാർ എത്രത്തോളം നമ്മുടെ അഖീദ ഫസാദാക്കാൻ അവരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വലിയൊരു ചരിത്രമാണ്. അത് പണ്ഡിതന്മാര് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലുൽ മൗലിദ് ബിദ്അ. ഇതിന്റെ മൗലിദിന്റെ അമല്, അതിന്റെ അസ്ല് തന്നെ എന്താണ്? ബിദ്അത്താണ്. കാരണം തെളിവില്ല. ഇത് തുടങ്ങിയത് വൈദികളാണ്. വൈദികളുടെ കോലം എന്താന്നുള്ളത് നമ്മൾ കണ്ടു. ലം തുൻഖൽ അൻ അഹദിൻ മിന സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്ത ആ ഉത്തമ നൂറ്റാണ്ടിൽ സലഫുകളിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇതിനെപ്പറ്റി ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇതാരാണ് പറഞ്ഞത്? ഇബ്നു ഹജറുൽ ഹൈതമിയാണ്. ഇബ്നു ഹജറുൽ ഹൈതമിനെ ഇവരൊക്കെ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം എങ്ങനെ പറയാം? കാരണം ഇത് തുടങ്ങിയത് ഇവരാണ്. അതിന് തെളിവില്ല എന്നുള്ള അദ്ദേഹം തുറന്നു പറയണം. ഇതേപോലെ തന്നെ ഇമാം ഫാക്കിഹാനി ഇവരെ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലഹ ഫീ കിതാബിൻ വലാ സുന്ന. സുന്നത്തിലോ കിതാബിലോ ഈ മൗലിദിന് ഒരസ്ലും ഞാൻ അറിഞ്ഞിട്ടില്ല, ഒരസ്ലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ. ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കളിൽപ്പെട്ട ഒരാളിൽ നിന്ന് ഇതിനെപ്പറ്റിയുള്ള ഒന്നും തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീനി. ദീനിൽ നമുക്ക് മാതൃകയായ ഉലമാക്കളിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇതിനെപ്പറ്റിയിട്ട് തെളിവ് വന്നിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ. ബിദ്അത്താണ്. അഹ്ദസഹൽ ബത്തോലൂൻ. ബത്തോലിങ്ങളാണ്. ബത്തോലിങ്ങൾ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. തീറ്റ ചാപ്പാട്ട് വീരന്മാരായ ആളുകൾ. ഇത് ഫാക്കിഹാനി പറഞ്ഞതാണ്. അവരംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഇതേപോലെ തന്നെ സഖാവി ഒക്കെ മലയാളത്തിൽ ഇത് പല പദ്യങ്ങളും നമ്മൾ പാടിയിട്ടുണ്ട് അല്ലെ. എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ അല്ലെ. അത് ഹിജറ 300 ശേഷം വന്നത് ആ സഖാവി അദ്ദേഹം പറഞ്ഞു, അമലുൽ മൗലിദ് ഷരീഫ് ലം യുൻഖൽ അൻ അഹദി മിനസ് സലഫി സ്വാലിഹി ഫിൽ ഖുറൂനി സലാസത്തിൽ ഫാദില
ശ്രേഷ്ഠമായ ആ 3 തലമുറകളിൽപ്പെട്ട ഒരാളിൽ നിന്നും, സലഫുകളായ ഒരാളിൽ നിന്നും ഈ മൗലിദിനെ പറ്റിയുള്ള ഒരു തെളിവും വന്നിട്ടില്ല. വഇന്നമാ ഹദസ ബഅദു, അത് അതിന് ശേഷം വന്നതാണ് വിദ്യാർത്ഥി. ആരെ കൊണ്ടെന്ന്? ഉബൈദികൾ. ആര് പറഞ്ഞു? ചരിത്രകാരന്മാർ പറഞ്ഞു. ആരാ ഉബൈദികൾ? നിരീശ്വരവാദികളാണ്, കുഫാരികളാണ്, മുലാഹിദീങ്ങളാണ്, ജനാദിക്കകളാണ്. ആര് പറഞ്ഞു? ചരിത്രകാരന്മാർ പറഞ്ഞു. അപ്പൊ കൃത്യമായി നമുക്കതിന്റെ റൂട്ടിലൂടെ പോയാൽ അതിന്റെ ആ തെളിവുകൾ കിട്ടും. അപ്പൊ ചുരുക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത്, വിഷയം പഠിക്കുക, ഇതിനൊരു തെളിവും ഇതിന് നമുക്ക് കിട്ടൂല. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അത് സ്നേഹിക്കേണ്ടത് എങ്ങനെ? അത് ഖുർആൻ ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ടാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞത് എന്താണോ അത് കേട്ടിട്ടാണ്. ആ ആദർശത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. അത് ഒരു കൊല്ലത്തിൽ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു ഏർപ്പാടല്ല. അങ്ങനെ ഒരു മാതൃക കിട്ടൂല, അതിന് തെളിവില്ല. അത് ഇവരൊക്കെ തന്നെ അംഗീകരിച്ചതുമാണ്. ഇനി പിന്നെ ഇതിനെ ന്യായീകരിക്കാറുള്ളത് നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താണെങ്കിലും ആ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ സഹോദരങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നല്ല വിധത്തിൽ അതൊന്നും പറയണം തോന്നുന്നു. കാരണം ആളുകളൊക്കെ അതാ ചോദിക്കുക. അപ്പോൾ നല്ലതാണെന്ന് കരുതിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പാടുണ്ടോ? അല്ലേ? അതിൻ്റെ കുറച്ച് തെളിവുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും നമുക്കത് ഉപകാരപ്പെടും. സ്വലാത്തല്ലേ, മദ്ഹല്ലേ, പാങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ ന്യായീകരിക്കാറുള്ളത്. സാധാരണക്കാരെ പെട്ടെന്ന് അതിൽ വീണു പോകും. എന്താ ഒരു സ്വലാത്തുല്ലിനെ എതിർക്കുന്നത്? എന്താ പിന്നെ മദ്ഹ് പറയാൻ നബി പഠിപ്പിച്ചതല്ലേ? ഒക്കെ ശരി തന്നെ. പക്ഷെ അതിനൊരു രീതി, ഒരു റൂട്ടുണ്ട്, ഒരു മാർഗമുണ്ട്. അതിലൂടെ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് വിദേഹത്താകും എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ മുൻഗാമികളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെറിയൊരു കാര്യമാണെങ്കിലും വലുതാണെങ്കിലും, അല്ലെങ്കിൽ അത് വിദേഹത്താകും. അപ്പൊ അതിന്റെ ആ ഗൗരവം കൂടി നമ്മൾ ആളുകൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ ജമ്മും കസറും വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഖുർആൻ സുന്നത്തും പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സലഫു സ്വാലിഹീങ്ങൾ വിശദീകരിച്ച രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.